അപ്പൊ നമുക്ക് ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇമേജ് ജനറേഷന് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ടൂൾസും പെയ്ഡ് ആയിരിക്കും, ബട്ട് ഫ്രീ ടൂൾസും അവൈലബിൾ ആണ്. അതിലൊരു ഫ്രീ ടൂളിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ പറയാൻ പോണത്. അത് നമ്മുടെ സ്വന്തം ഗൂഗിളിന്റെ തന്നെ ടൂള് തന്നെയാണ്. ഗൂഗിളിന്റെ അറിയാലോ, ഗൂഗിൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല, മറ്റുള്ള കമ്പനികളുടെ മാതിരി അല്ലല്ലോ. അപ്പൊ ഗൂഗിളിന്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൂള് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിള് സെർച്ച് എഞ്ചിൻ എടുക്കുക, അല്ലെങ്കിൽ ക്രോം ബ്രൗസർ, ഇതേമാതിരത്തെ ക്രോം ബ്രൗസർ നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇതിൽ ഫ്ലോ സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്ലോ സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗൂഗിൾ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം, ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഫ്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഫ്ലോ സ്റ്റുഡിയോ സെർച്ച് ചെയ്യാൻ മതി. ഫസ്റ്റ് ഓർ സെക്കൻഡ് റിസൾട്ട് ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇമേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിച്ചു തരാൻ വേണം. അപ്പൊ എല്ലാവരും നോക്കിയിരുന്നോ. ഓക്കെ, അപ്പൊ ഫ്ലോ സ്റ്റുഡിയോന്റെ നമ്മ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ പാരന്റ്സിന്റെ ഫോണിൽ തന്നെ ലോഗിൻ ചെയ്യാൻ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ഡയറക്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞെങ്കിൽ അവര് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഈ ടൂൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ ലോഗിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കണ്ട, ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി. അപ്പൊ യൂസ് അനദർ അക്കൗണ്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇമേജ് ജനറേഷനും വീഡിയോ ജനറേഷനും യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളാണ്. ഫ്രീ ടൂളാണ് ഇമേജ്. പക്ഷെ വീഡിയോ ജനറേഷൻ എന്ന് പറഞ്ഞ കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ്സ് 1000 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ. ഇത് നിങ്ങൾ ഓരോ വീഡിയോസും ജനറേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും. നിങ്ങൾക്ക് 1000 ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ 100 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കിപ്പോ ഇമേജസ് ആണല്ലോ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇമേജ് ജനറേഷൻ ഈ പറഞ്ഞ ക്രെഡിറ്റ്സിന്റെ ആവശ്യം വരുന്നതല്ല. അപ്പൊ ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ ഇപ്പോ സ്റ്റാർട്ടിങ് തന്നെ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും എനേബിൾ ആയി കിടക്കുന്നുണ്ടാവുക. ഈ വീഡിയോ എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഇമേജ് എന്ന് കണ്ടില്ലേ, ഈ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ കുറച്ച് റേഷ്യോസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ 9 ഓൾറെഡി കണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ 9:16 ഇമേജ് എങ്ങനെയാണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ഇമേജസ് വേണം, അതാണ് 1 അല്ലെങ്കിൽ 2:2:3:4 എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഇമേജ് വേണോ, 2 ഇമേജ് വേണോ, 3 ഇമേജ് വേണോ, 4 ഇമേജ് വേണോ. ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് 2 ഇമേജ് മതി എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ മോഡൽസ് ഉണ്ട്. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിപ്പോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നാനോ ബനാന 2 എന്നുള്ള മോഡൽ സെലക്ട് ചെയ്യാം. അതിനേക്കാൾ കുറച്ചും കൂടി മുമ്പത്തെ വേർഷൻ മതി എന്നുണ്ടെങ്കിൽ നാനോ ബനാന പ്രോ ആയാലും സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ നാനോ ബനാന 2 സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഓപ്ഷൻസ് എല്ലാം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പൊ ആദ്യത്തെ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാന്ന് ചോദിക്കണം. അതായത് നമ്മ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പ്രോംപ്റ്റില് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, അല്ലെ. അതായത് ജസ്റ്റ് എനിക്കൊരു ഒരാളുടെ ഇമേജ് വേണമെന്ന് ജസ്റ്റ് വെറുതെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് നോക്കാം. ജസ്റ്റ് ക്രിയേറ്റ് എൻ ഇമേജ് ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു ഇമേജ് ഓഫ് പേഴ്സൺ മാത്രം പോരാ. ഇമേജ് ഓഫ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ബീച്ച് ഡ്യൂറിങ് എ സൺസെറ്റ് അതായത് കോമ ഇട്ടിട്ട് ദ പേഴ്സൺ ഈസ് എ മിഡിൽ ഏജ്ഡ് മാൻ വിയറിങ് എ
ബീച്ച് ഔട്ട്ഫിറ്റ് സറൗണ്ടഡ് വിത്ത് സം പീപ്പിൾ. ഓക്കെ, ഇതിലിപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാളുടെ ഇമേജ് വേണം. ആ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ബീച്ചിൽ ഒരു വൈകിട്ട് 6:30 നേരത്ത് സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ദ പേഴ്സൺ ഈസ് എ മിഡിൽ ഏജ്ഡ് പേഴ്സൺ, അത് മിഡിൽ ഏജ്ഡ് മാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഐ നീഡ് ഇമേജ് ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ നിങ്ങൾക്ക് കാണാം എവിടെ ഒരു പരിചയമില്ലാത്ത നമുക്ക് ഒരു ഫീമെയിലിന്റെ ഒരു ഇമേജ് വിത്ത് എന്തോ റാൻഡം AI തന്നെ തീരുമാനിച്ചിട്ട് AI തന്നെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ഫീമെയിലിന്റെ ഔട്ട്ഫിറ്റും AI തന്നെ തീരുമാനിച്ചു. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം AI തന്നെ തീരുമാനിച്ച് നമുക്കൊരു ഇമേജ് ഉണ്ടാക്കി തന്നൂലെ. ബട്ട് നമുക്കത് ചിലപ്പോ അങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനത്തെ മനസ്സിൽ ഉദ്ദേശിച്ച ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ കുറച്ചുകൂടി ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആഡ് ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പൊ അത്